നമോ ഭഗവതേ വാസുദേവായ. ദശകം 30 വാമനാവതാരം. വൃത്തം വസന്തതിലകം. ശ്ലോകം 1. ശക്രേണ സംയതികതോ ബിബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീതഃ. ഒരിക്കൽ കൂടി. ശക്രേണ സംയതികതോ ബിബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീതഃ. ശക്രേണ, ശക്രനാൽ, അതായത് ദേവേന്ദ്രനാൽ, സംയതി, യുദ്ധത്തിൽ, ഹതോ അഭി, കൊല്ലപ്പെട്ടു എങ്കിലും, ബലിർ മഹാത്മാ, മഹാത്മാവായ ആ മഹാബലി, ശുക്രേണ, ശുക്രാചാര്യനാൽ, ജീവിതതനു, ജീവനുള്ള ശരീരനായിട്ട്, ക്രതു വർദ്ധിതോഷ്മാ, യാഗങ്ങൾ ചെയ്ത് വർദ്ധിച്ച ശക്തിയോടുകൂടിയവനും, വിക്രാന്തിമാൻ, പരാക്രമിയും, ഭയനിലീന, ഭയം കൊണ്ട് നിലീനരായ, ഭയം കൊണ്ട് ഓടിയൊളിച്ച, സുരാം, ദേവന്മാരെയും, ത്രിലോകീം, ത്രിലോകങ്ങളെയും, ചക്രേ വശേ, വശത്താക്കി തീർത്തു. സത്തവ ചക്രമുഖാത്, അവൻ ഭഗവാന്റെ സുദർശന ചക്രമുഖത്തുനിന്നു പോലും അഭീത, ഭയരഹിതനായി. ശ്ലോകാർത്ഥം. യുദ്ധത്തിൽ ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടു എങ്കിലും മഹാത്മാവായ ആ മഹാബലി ഗുരുവായ ശുക്രാചാര്യനാൽ വീണ്ടും ജീവിക്കപ്പെട്ടവനായി. പിന്നെ യാഗങ്ങൾ ചെയ്ത് വർദ്ധിതമായ ബലത്തോടുകൂടി മഹാപരാക്രമിയായിട്ട് ഭഗവാനെ, അങ്ങയുടെ സുദർശന ചക്രത്തെ പോലും ഭയമില്ലാത്തവനായി. ഭയചകിതരായ ദേവന്മാർ ഓടി ഒളിച്ചതോടെ ത്രിലോകങ്ങളെയാകെ ആ മഹാബലി സ്വാധീനത്തിലാക്കി തീർത്തു. അമൃതഹരണത്തിനോടനുബന്ധിച്ച് നടന്ന ദേവാസുര യുദ്ധത്തിൽ അമൃത് പാനം ചെയ്ത് വർദ്ധിത ശക്തിയാർജിച്ച ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തിയിരുന്നു. യുദ്ധത്തിൽ ബലി, ജംബൻ, വലൻ, പിന്നെ നമ്പുജിയെയും ദേവേന്ദ്രൻ വധിച്ചതായി ദശകം 29 ശ്ലോകം 7 പറഞ്ഞിരുന്നു. ദൈത്യഗുരുവായ ശുക്രാചാര്യർ മൃതസഞ്ജീവനി നൽകി ദൈത്യന്മാരെ പുനർജീവിപ്പിച്ചു. അക്കൂട്ടത്തിൽ മഹാബലിക്കും പുതുജീവൻ ലഭിച്ചു. ഭഗവാൻ വിഷ്ണു ആകട്ടെ പ്രഹ്ലാദ വംശത്തെ ആകെ അനുഗ്രഹിച്ച് വരവും നൽകിയിരുന്നു. പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലി അതിനാൽ ഭഗവാന്റെ സുദർശന ചക്രത്തെ ഭയം ഇല്ലാത്തവനായി. ഭൃഗുവംശരായ ബ്രാഹ്മണരാൽ 100 അശ്വമേധ യാഗവും വിശ്വജിത് എന്ന യാഗവും നടത്തി മഹാബലി അതീവ ബലവാനായി സ്വർഗത്തെ ദേവന്മാരിൽ നിന്ന് നിരോധിച്ചു. ശ്ലോകം 2. പുത്രാർത്തിദർശനവശാദതിർവിഷണ്ണാ തം കാശ്യപം നിജപദിം ശരണം പ്രപന്നാ ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാദ്വാദശാകമജരത്വയി ഭക്തിപൂർണാ. ഒരിക്കൽ കൂടി. പുത്രാർത്തിദർശനവശാദതിർവിഷണ്ണാ തം കാശ്യപം നിജപദിം ശരണം പ്രപന്നാ ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാദ്വാദശാകമജര ത്വയി ഭക്തിപൂർണ.
പുത്രാർത്തി, പുത്രന്മാരുടെ ദുഃഖത്തിന്റെ. ദർശനവശാത്, ദർശനത്താൽ, ദർശനം കൊണ്ട്. അതിഥിർ വിഷണ്ണ, അതിഥി ദേവി വിഷണ്ണയായി, വിഷാദിച്ചവളായി. തം കാശിപം നിജപതി, തന്റെ പതിയായ കശ്യപ ഋഷിയെ ശരണം പ്രപന്ന, ശരണം പ്രാപിച്ചവളായി. ത്വത്പൂജനം, ഭഗവാനെ അങ്ങയുടെ പൂജനക്രമം. തതുദിതം, കശ്യപമുനിയാൽ ഉദിതമായ, ഉപദേശിക്കപ്പെട്ട. പയോവ്രതാഖ്യം, പയോവ്രതം എന്നു പേരായ. സാ ദ്വാദശാഹം, അവൾ 12 ദിവസം. അചരത്, ആചരിച്ചു. ത്വയി ഭക്തിപൂർണ, അങ്ങയിൽ പൂർണ്ണ ഭക്തിയുള്ളവളായി. ശ്ലോകാർത്ഥം. ദേവമാതാവായ അതിഥി ദേവി പുത്രന്മാരുടെ ദുഃഖം കൊണ്ട് വിഷാദയായി തന്റെ പതിയായ ആ കശ്യപ പ്രജാപതിയെ ശരണം പ്രാപിച്ചു. അദ്ദേഹത്താൽ ഉപദേശിക്കപ്പെട്ട പയോവ്രതം എന്നു പേരുള്ള അങ്ങയുടെ പൂജനവിധി അങ്ങയിൽ തന്നെ പൂർണ്ണ ഭക്തിയുള്ളവളായി 12 ദിനം ആചരിച്ചു. ദിതിയും അതിഥിയും കശ്യപ പ്രജാപതിയുടെ പത്നിമാർ തന്നെ. ദിതിയുടെ പുത്രർ ദൈത്യരും അതിഥിയുടെ പുത്രർ ദേവന്മാരും. ഇപ്പോൾ മഹാബലി സ്വപുത്രരായ ദേവന്മാരെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതരാക്കി എന്നതാണ് അതിഥി ദേവിയുടെ ദുഃഖ കാരണം. ആ പ്രശ്ന പരിഹാരത്തിനാണ് കശ്യപനെ സമീപിക്കുന്നത്. കശ്യപ ഋഷി ഭഗവാനെ തന്നെ ഭക്തിപൂർവം പ്രാർത്ഥിക്കാനും പയോവ്രതം അനുഷ്ഠിക്കാനും അതിഥിയെ ഉപദേശിച്ചു. നേരത്തെ ദിതി ദേവി ഇന്ദ്രനെ വധിക്കാൻ തക്ക ശക്തിയുള്ള പുത്രനെ ലഭിക്കാൻ പതിയായ കശ്യപനെ സമീപിച്ചിരുന്നു. അപ്പോഴും പയോവ്രതാനുഷ്ഠാനമാണ് ഉപദേശിച്ചത്. എന്നാൽ വ്രതത്തിനിടയ്ക്ക് ദിതി ദേവി സന്ധ്യാസമയത്ത് പരിക്ഷീണയായി ഉറങ്ങിപ്പോയതിനാൽ വ്രതഭംഗം നേരിട്ടു. ഉണ്ടായ പുത്രരാകട്ടെ ഇന്ദ്രന്റെ സുഹൃത്തുക്കളും. ദശകം 23 ശ്ലോകം 11 ശ്രദ്ധിക്കുക. ഈശ്വര സങ്കല്പങ്ങളും ഭഗവത് ലീലകളും ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ഭഗവത് അനുഗ്രഹം തന്നെ ഏതിനും അത്യാവശ്യമാണ്. എന്താണ് പയോവ്രതം? സത്സന്താന പ്രാപ്തിക്കായി ശ്രീഹരിയെ സന്തോഷിപ്പിച്ച് സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന പരിശുദ്ധ വ്രതത്തെ പയോവ്രതം എന്ന് പറയുന്നു. മീനമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമ ദിനം മുതൽ ദ്വാദശി വരെയുള്ള 12 ദിവസങ്ങളിലായി ഭഗവാൻ ശ്രീഹരിയെ ആരാധിക്കുന്നതാണ് സംശുദ്ധമായ ഈ വ്രതാനുഷ്ഠാനം. പാൽ മാത്രം അല്പാഹാരമായി സേവിച്ച് ദ്വാദശാക്ഷര മന്ത്രം ജപിച്ച് മനസ്സിനെ തീർത്തും ശുദ്ധമാക്കി ഭഗവാനിൽ സമർപ്പിക്കുന്നതാണ് ഈ ആരാധനാക്രമം. ഭഗവാന് നിവേദ്യങ്ങൾ മന്ത്രപൂർവം സമർപ്പിക്കണം. നിവേദ്യങ്ങൾ സ്വയം സ്വീകരിക്കുകയും ഭക്തർക്കും ബ്രാഹ്മണർക്കുമായി നൽകുകയും വേണം. വ്രതാവസാനത്തിൽ താംബൂലവും സമർപ്പിക്കാം. അഷ്ടോത്തര സ്തുതി 108 പ്രാവശ്യം ജപിക്കണം. അസത് ആയ കാര്യങ്ങളെ തീർത്തും വർജിക്കണം. ഹിംസ, അസത്യം, അസൂയ, വിദ്വേഷം, ക്രോധം, ഭോഗം എന്നിവ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കി ഭഗവാനെ മാത്രം പ്രതിഷ്ഠിക്കണം. ഭാഗവതം അഷ്ടമസ്കന്ധം അധ്യായം 16 നിന്ന് ചില പ്രസക്ത ഭാഗങ്ങൾ. ത്വം ദേവ്യാ ആദിവരാഹേണ രസായാസ്ഥാനമിച്ഛത ഉദ്ധൃതാസി നമസ്തുഭ്യം
പാപ്മാനം മേ പ്രണാശയ. ആദ്യം ഭൂമിദേവിയെ പ്രണമിച്ച് എൻ്റെ പാപങ്ങളെയെല്ലാം നശിപ്പിച്ചാലും എന്ന് പ്രാർത്ഥിക്കണം. പിന്നീട് ഭഗവാനോടായി അർച്ചനകളും നടത്തണം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂതനിവാസായ വാസുദേവായ സാക്ഷിണേ. നമോ അവ്യക്തായ സൂക്ഷ്മായ പ്രധാനപുരുഷായ ചതുർവിംശദ്ഗുണജ്ഞായ ഗുണസംഖ്യാനഹേതവേ. നമോ ദിശീഷ്ണേ ത്രിപദേ ചതുർശൃംഗായ തന്തവേ സപ്തഹസ്തായ യജ്ഞായ ത്രൈവിദ്യാത്മനേ നമഃ. നമഃ ശിവായ രുദ്രായ നമഃ ശക്തിധരായ ച സർവവിദ്യാധിപതയേ ഭൂതാനാം പതയേ നമഃ. നമോ ഹിരണ്യഗർഭായ പ്രാണായ ജഗദാത്മനേ യോഗൈശ്വര്യശരീരായ നമസ്തേ യോഗഹേതവേ. നമസ്ത ആദിദേവായ സാക്ഷിഭൂതായ തേ നമഃ. നാരായണായ ഋഷയേ നരായ ഹരയേ നമഃ. നമോ മരഗതശ്യാമവപുഷേ അധിഗതശ്രിയേ കേശവായ നമസ്തുഭ്യം നമസ്തേ പീതവാസസേ. ത്വം സർവവരദ പുംസം വരിണ്യവരദർഷഭ അധസ്തേ ശ്രേയസേ ധീര ഭാതരേണുപാസതേ. അന്വവർത്തന്തയം ദേവ ശ്രീശ്ച ത്വത്പാദപത്മയോ സ്പൃഹയന്ത ഇവാമോദം ഭഗവാൻ മേ പ്രസീദതാം. ഇങ്ങനെ ഭഗവാനോട് എൻ്റെ നേരെ പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പിന്നീട് ഏതൈർമന്ത്രൈ ഋഷീകേശം ആവാഹന പുരസ്കൃതം അർച്ചയേ ശ്രദ്ധയാ യുക്ത ഭാദ്യോപസ്പർശനാദിഭിः അർച്ചിത്വാ ഗന്ധമാലാദ്യൈ പയസാ സ്നപയേദ്വിഭും വസ്ത്രോപവീതാഭരണ പാദ്യോപസ്പർശനൈസ്തദാ ഗന്ധധൂപാദിഭിർച്ചേത് ദ്വാദശാക്ഷരവിദ്യയാ. ഇങ്ങനെ എല്ലാ ഉപചാരങ്ങളും നടത്തി പൂജാക്രമം അവസാനിപ്പിക്കാം. അതിനിടയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. വർജയേത് അസദാലാഭം ഭോഗാനുച്ചാവജാംസ്തദാ അഹിംസ സർവഭൂതാനാം വാസുദേവപരായണം. പ്രതിപദ്ദിവസം മുതൽ ശുക്ലപക്ഷ ത്രയോദശി വരെ ബ്രഹ്മചര്യം പാലിക്കുകയും നിലത്ത് കിടക്കുകയും 3 നേരം സ്നാനം ചെയ്യുകയും അസത്കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും നാനാവിധങ്ങളായ സുഖഭോഗങ്ങൾ ഉപേക്ഷിക്കുകയും യാതൊരു ഭൂതങ്ങൾക്കും ഉപദ്രവം ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ശ്രീ വാസുദേവനെ തന്നെ പരമഭക്തിയോടുകൂടി ഭാവിച്ചിരിക്കണം. ശ്ലോകം 3. തസ്യാവധൗ ത്വയി നിലീനമദേരമുഷ്യാക ശ്യാമചതുർഭുജബഭുസ്വയമാവിരാസീः നമ്രാം ച താമിക ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസീः. ഒരിക്കൽ കൂടി. തസ്യാവധൗ ത്വയി നിലീനമദേരമുഷ്യാക ശ്യാമചതുർഭുജബഭുസ്വയമാവിരാസീः നമ്രാം ച താമിക ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസീः. തസ്യ അതിൻ്റെ ആ പയോവ്രതത്തിൻ്റെ അവധൗ അവസാനത്തിൽ ഈ നിലീനമതേർ അങ്ങയിൽ തന്നെ നിലീനയായി മതേർ ബുദ്ധിയോടുകൂടി, അതായത് അങ്ങയിൽ തന്നെ നിലീന മാനസയായി
അമുഹ്യ ഇവളുടെ, അതായത് അതിഥിയുടെ, ശ്യാമചതുർഭുജവഭൂ ശ്യാമളവർണ്ണനും 4 കൈകളോടുകൂടിയ ശരീരത്തോടും, സ്വയം ആവിരാസി സ്വയം സ്വമേധയാ ആവിർഭവിച്ചു, പ്രത്യക്ഷനായി. നമ്രാം ച താം ഇഹ നമിച്ചു നിൽക്കുന്ന അവളോട് ഇപ്പോൾ, ഭവത് തനയോ ഭവേയം ഭവതിയുടെ തനയനായി പുത്രനായി ഞാൻ ഭവിക്കുന്നുണ്ട്. ഗോപ്യം മത് ഈക്ഷണം എന്നെ കണ്ട കാര്യം ഗോപ്യമായിരിക്കണം. ഇതി പ്രലഭൻ അയാസി എന്നു പറയുന്നതിനായി മറഞ്ഞു, അപ്രത്യക്ഷനായി. ശ്ലോകാർത്ഥം. പയോവ്രതാനുഷ്ഠാനത്തിന്റെ അവസാനത്തിൽ അങ്ങയിൽ മാത്രം നിലീനമായ മനസ്സോടുകൂടിയ അതിഥിയുടെ മുന്നിൽ ഭഗവാൻ ശ്യാമവർണ്ണനും ചതുർഭുജ ശരീരനുമായി സ്വമേധയാ ആവിർഭവിച്ചു. നമ്രശിരസ്കയായി നിൽക്കുന്ന ആ ദേവമാതാവിനോട് ഇപ്പോൾ ഞാൻ ഭവതിയുടെ പുത്രനായി ഭവിക്കുന്നുണ്ട്, എന്നെ ദർശിച്ച കാര്യം രഹസ്യമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറഞ്ഞു. ഭഗവാനുള്ള ഭക്തി മാഹാത്മ്യമാണ് ഭഗവാന്റെ കാരുണ്യത്തിന് നിദാനം. ഭഗവാൻ സ്വയം പുത്രനായി പിറന്ന് മാതാവിന് ദുഃഖനിവൃത്തി വരുത്തിക്കൊള്ളാമെന്നാണ് ഭഗവാന്റെ വാഗ്ദാനം. ശ്ലോകം 4. ത്വം കാശ്യപേ തപസി സന്നിദദത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്രാ പ്രാസൂദജ പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. ഒരിക്കൽ കൂടി. ത്വം കാശ്യപേ തപസി സന്നിദദത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്രാ പ്രാസൂദജ പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. നാരായണ 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 നാരായണ. ശ്രീ തൃക്കാക്കരയപ്പ ശരണം. ത്വം ഭഗവാൻ കാശ്യപേ തപസ്സി കാശ്യപമുനിയുടെ തപസ്സിൽ സന്നിധത് സന്നിധാനം ചെയ്തുകൊണ്ട് തദാനിം അപ്പോൾ അനന്തരം പ്രാപ്തോ അസി ഗർഭമദിതേ അതിഥിയുടെ ഗർഭത്തെ പ്രാപിച്ചു. പ്രണുതോ വിധാത്ര പിതാവിനാൽ ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടവനായി. പ്രാസുത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം പ്രകടമായ വിഷ്ണുദേവന്റെ ദിവ്യസ്വരൂപത്തോടുകൂടിയ അങ്ങയെ പ്രസവിച്ചു. സാ ദ്വാദശി ശ്രവണ പുണ്യദിനെ ദ്വാദശിയും തിരുവോണവും ചേർന്ന പുണ്യദിനത്തിൽ ഭവന്തം അങ്ങയെ ഹേ ഭഗവാനെ. ശ്ലോകാർത്ഥം. പിന്നെ ഭഗവാനെ അവിടുന്ന് കാശ്യപമുനിയുടെ തപോവീര്യത്തിൽ സന്നിധാനം ചെയ്തുകൊണ്ട് അതിഥിയുടെ ഗർഭത്തെ പ്രാപിച്ച് വിധാതാവിനാൽ സ്തുതിക്കപ്പെട്ടവനായി. പിന്നെ വിഷ്ണുവിന്റെ പ്രകടിതമായ ദിവ്യസ്വരൂപത്തോടുകൂടിയ ഹേ ഭഗവാനെ അങ്ങയെ ദ്വാദശിയും തിരുവോണവും ചേർന്ന പുണ്യദിനത്തിൽ പ്രസവിക്കുകയും ചെയ്തു. ശ്രീ വാമനമൂർത്തയേ നമഃ. ശ്ലോകം 5. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈः ഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതിനുദഃ പിതൃഭ്യാം ത്വം തക്ഷണേ പടുതമം വടുരൂപമാധാഃ. ഒരിക്കൽ കൂടി.
പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈः ഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതിനുദഃ പിതൃഭ്യാം ത്വം തത്ക്ഷണേ പടുതമം വടുരൂപമാധാഃ. പുണ്യാശ്രമം തം അഭിവർഷതി. ആ പുണ്യാശ്രമത്തെ അഭിവർഷിച്ചപ്പോൾ പുഷ്പവർഷൈ പുഷ്പങ്ങളെ കൊണ്ടുള്ള വർഷത്താൽ ഹർഷാകുലേ സുരകുല ദേവസമൂഹം ഹർഷാകുലരായി കൃത തുര്യഘോഷേ പെരുമ്പറ മുഴക്കിയപ്പോൾ ബദ്ധ്വാഞ്ജലിം കൈകൂപ്പിക്കൊണ്ട് ജയ ജയേതി വിജയിച്ചാലും വിജയിച്ചാലും എന്ന് നുതപൃഥിഭ്യാം മാതാപിതാക്കളാൽ സ്തുതിക്കപ്പെടുന്ന ത്വം ഭഗവാനെ അവിടുന്ന് തക്ഷണേ ആ ക്ഷണത്തിൽ പടുതമം സമർത്ഥനായ വടുരൂപം ആദഃ ബ്രഹ്മചാരി രൂപം ധരിച്ചു. ശ്ലോകാർത്ഥം. ദേവസമൂഹം സന്തോഷ പരവശരായി പെരുമ്പറ മുഴക്കി കൊണ്ട് പുഷ്പവർഷത്താൽ ആ പുണ്യാശ്രമത്തിലെങ്ങും പൂമഴ അഭിവർഷം ചെയ്തുകൊണ്ടിരിക്കെ ആ മാതാപിതാക്കൾ അങ്ങ് ജയിച്ചാലും ജയിച്ചാലും എന്ന് സ്തുതിച്ച ആ ക്ഷണത്തിൽ ഭഗവാനെ അവിടുന്ന് സമർത്ഥനായ ഒരു ബ്രഹ്മചാരി സ്വരൂപം ധരിച്ചു. ശ്രീ വാമനമൂർത്തയേ നമഃ. ശ്രീ തൃക്കാക്കരയപ്പ നമഃ. ശ്ലോകം 6. താവത് പ്രജാപതിമുഖൈരുപനീയമൗഞ്ചീ ദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാനഃ വേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യഃ ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. ഒരിക്കൽ കൂടി. താവത് പ്രജാപതിമുഖൈരുപനീയമൗഞ്ചീ ദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാനഃ വേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യഃ ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. താവത് അനന്തരം പ്രജാപതിമുഖീർ ഉപനീയ കാശ്യപ പ്രജാപതി ആദി പ്രമുഖരാൽ ഉപനയനം നടത്തിയിട്ട് മൗഞ്ചി മുഞ്ഞപ്പുല്ലുകൊണ്ടുണ്ടാക്കിയ മേഖല അരഞ്ഞാണം. മൗഞ്ചി എന്ന് പറഞ്ഞ മേഖല അരഞ്ഞാണം. ദണ്ഡം വടി, അജിനം കൃഷ്ണമൃഗത്തിന്റെ തോല്, അക്ഷം അക്ഷമാല, വലയം ജപമാല, ആദിഭിർ എന്നിവയാൽ അർച്യമാന അർച്ചിക്കപ്പെടുന്ന ദേദീപ്യമാനവഭൂ പ്രകാശം കവിഞ്ഞൊഴുകുന്ന ശരീരത്തോടെ അത്യുജ്ജലനായി ഈശാ ഹേ ഭഗവാനെ കൃത അഗ്നികാര്യ അഗ്നിപൂജ ചെയ്ത് ത്വം പ്രാസ്ഥിത അങ്ങ് യാത്ര പുറപ്പെട്ടു ബലിഗൃഹം മഹാബലിയുടെ ഗൃഹത്തിലേക്ക് പ്രകൃതാശ്വമേധം അശ്വമേധം യാഗം നടന്നുകൊണ്ടിരിക്കുന്ന. ശ്ലോകാർത്ഥം. അനന്തരം കാശ്യപ പ്രജാപതി തുടങ്ങിയ പ്രമുഖന്മാരാൽ ഉപനയനം നടത്തിയിട്ട് മേഖല, ദണ്ഡം, കൃഷ്ണാജിനം, അക്ഷമാല, ജപമാല എന്നിവയാൽ സമർപ്പിക്കപ്പെട്ട് അഗ്നിപൂജ ചെയ്ത് ഉജ്ജ്വല തേജസ്വിയായി ഹേ ഈശ അവിടുന്ന് അശ്വമേധയാഗം നടക്കുന്ന മഹാബലിയുടെ ഭവനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ശ്ലോകം 7. ഗാത്രേണ ഭാവിമഹിമോചിത ഗൗരവം പ്രാക് വ്യാപൃണ്വദേവധരണീം ചലയന്നയാസീഃ ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും. ഒരിക്കൽ കൂടി. ഗാത്രേണ ഭാവിമഹിമോചിത ഗൗരവം പ്രാക്
വ്യാവൃണ്വതേവ ധരണീം ചലയന്നയാസീः ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും. ഗാത്രേണ ശരീരം കൊണ്ട്, ഭാവി മഹിമോചിത ഗൗരവം സംഭവിക്കാൻ പോകുന്ന മഹത്വത്തിന് ഉചിതമായ ചേർന്നതായ ഗൗരവത്തോടെ, പ്രാഗ്വാവൃണ്ണുത ഇവ മുൻകൂട്ടി വെളിവാക്കുന്നത് പോലെ, ധരണിം ചലയൻ അയാസി ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ട് കുലുക്കിക്കൊണ്ട് നടകൊണ്ടു. ഛത്രം കുട, പരോഷ്മ ശത്രുവിന്റെ ഊഷ്മാവിനെ, പരത് പരൻ എന്ന് പറഞ്ഞ ശത്രു, ശത്രുവിന്റെ ഊഷ്മാവിനെ, തിരണാർത്ഥം ഇവ നിരോധിക്കാനാണോ എന്ന പോലെ, ആദധാനോ വഹിക്കുന്നവനായി, ദണ്ഡം ച ദണ്ഡവും, ദാനവ ജനേഷു ദാനവന്മാരായ ജനങ്ങളിൽ ദാനവന്മാരിൽ, സന്നിധാത്തും പ്രയോഗിക്കാനാണോ എന്ന പോലെ. ശ്ലോകാർത്ഥം: വരാൻ പോകുന്ന മഹത്വത്തിന് ചേർന്ന ഗൗരവത്തെ മുൻകൂട്ടി വെളിപ്പെടുത്തുമാറ് ശരീരം കൊണ്ട് ഭൂമിയെ കുലുക്കി ചലിപ്പിക്കുന്നവനായി ശത്രുവിന്റെ ഊഷ്മാവിനെ തടയുവാനെന്ന പോലെ കുടയും, ദാനവന്മാരിൽ പ്രയോഗിക്കാനാണെന്ന പോലെ ദണ്ഡവും വഹിച്ച് ഹേ ഭഗവാനെ അങ്ങ് നടകൊണ്ടു. ശ്ലോകം 8. താം നർമ്മദോത്തരതടേ ഹയമേധശാലാം ആസേദുഷി ത്വയിരുചാതവരുദ്ധനേത്രൈഃ ഭാസ്വാൻ കിമേഷദകനോനു സനത്കുമാരോ യോഗീനുകോയമിതി ശുക്രമുഖൈശശങ്കേ. ഒരിക്കൽ കൂടി. താം നർമ്മദോത്തരതടേ ഹയമേധശാലാം ആസേദുഷി ത്വയിരുചാതവരുദ്ധനേത്രൈഃ ഭാസ്വാൻ കിമേഷദകനോനു സനത്കുമാരോ യോഗീനുകോയമിതി ശുക്രമുഖൈശശങ്കേ. ത്വാം നർമ്മദോത്തരതടേ, ആ നർമ്മദാ നദിയുടെ ഉത്തര തീരത്ത്, അതായത് വടക്ക് തീരത്ത്, ഹയമേധശാലാം, ആ അശ്വമേധശാലയിൽ, ആസേദുഷി പ്രാപിച്ചവരായിരിക്കെ, പ്രവേശിച്ചവരായിരിക്കെ, ത്വയിരുച അങ്ങയുടെ ദിവ്യ തേജസ് കൊണ്ട്, തവ രുദ്ധനേത്രൈ കണ്ണഞ്ചിപ്പോയ നേത്രത്തോടെ അങ്ങയെ, ഭാസ്വാൻ കിം ഏഷ ദഹനോനു ഇവൻ സൂര്യനാണോ അല്ലെങ്കിൽ അഗ്നിയാണോ, സനത്കുമാരോ യോഗിനു യോഗിയായ സനൽകുമാരനാകുമോ, കോയം ക അയം ഇതി ഇവൻ ആരാണ് എന്നിങ്ങനെ, ശുക്രമുഖൈ ശുക്രമുനി തുടങ്ങിയവർ, ശശങ്കേ ശങ്കിച്ചു, സംശയിച്ചു. ശ്ലോകാർത്ഥം: ഹേ ഭഗവാനെ, വാമനമൂർത്തയെ, അങ്ങ് നർമ്മദാ നദിയുടെ വടക്കേക്കരയിലുള്ള ആ അശ്വമേധശാലയെ പ്രാപിച്ചവനായിരിക്കെ, അങ്ങയുടെ മഹാതേജസ്സിനാൽ അഞ്ചിപ്പോയ നേത്രങ്ങളോടുകൂടിയ ശുക്രാചാര്യർ തുടങ്ങിയ പ്രമുഖർ, ഇദ്ദേഹം സൂര്യനാണോ അഗ്നിയാണോ അതോ യോഗിയായ സനൽകുമാരനാണോ, ഇവൻ ആര് എന്നിങ്ങനെ സംശയിച്ചു. ശ്ലോകം 9. ആനീതമാശു ഭൃഗുഭിർമകസാഭിഭൂതൈഃ ത്വാം രമ്യരൂപമസുരപുളകാവൃതാംഗഃ ഭക്ത്യാ സമേത്യ സുഹൃദീ പരിണിജ്യ പാദൗ തത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. ഒരിക്കൽ കൂടി. ആനീതമാശു ഭൃഗുഭിർമകസാഭിഭൂതൈഃ ത്വാം രമ്യരൂപമസുരപുളകാവൃതാംഗഃ ഭക്ത്യാ സമേത്യ സുഹൃദീ പരിണിജ്യ പാദൗ തത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. ആനീതം ആശു
വേഗത്തിൽ ആനയിക്കപ്പെട്ട ഭൃഗുഭിർ ഭൃഗുക്കളാൽ ഭൃഗുവംശത്തിൽപ്പെട്ട ശുക്രാചാര്യർ മറ്റു ബ്രാഹ്മണ ശ്രേഷ്ഠർ എന്നിവരാർ മഹസ മഹാ തേജസ്സിനാൽ അഭിഭൂതയർ കീഴടക്കപ്പെട്ട അടിമകളാക്കപ്പെട്ട ത്വം അങ്ങയുടെ ആ വാമനമൂർത്തിയുടെ രമ്യരൂപം മനോജ്ഞമായ രൂപം അസുരഹ ആ അസുരന്മാർ പുളക ആവൃതാംഗ പുളകം കൊണ്ട് രോമാഞ്ചം കൊണ്ട് ആവൃതമായ ശരീരത്തോടെ ഭക്തിയാ സമേത്യ ഭക്തിയോടുകൂടി അതീവ ഭക്തിപുരസരം സമീപിച്ച് സുഹൃതിയായ പുണ്യവാനായ പരിണിജ്യ കഴിയിട്ട് പാദങ്ങൾ തത്തോയം ആ ജലം അന്വതൃത ധരിച്ചു മൂർധാവിൽ തീർത്ഥങ്ങൾക്കും തീർത്ഥമായ ശ്ലോകാർത്ഥം ഭഗവാൻ വാമനമൂർത്തിയുടെ മഹാ തേജസ്സിനാൽ കീഴടക്കപ്പെട്ട പുണ്യവാനായ മഹാബലി ശുക്രമുനി മറ്റ് ഭൃഗുവംശ ബ്രാഹ്മണ ശ്രേഷ്ഠർ എന്നിവരോട് ചേർന്ന് ആ വാമനമൂർത്തിയെ രോമാഞ്ചാവൃതമായ ശരീരത്തോടുകൂടി ഭക്തിപൂർവം സമീപത്തെത്തി ഹേ ഭഗവാനെ അങ്ങയുടെ പാദങ്ങൾ ക്ഷാളനം ചെയ്തു. എന്നിട്ട് തീർത്ഥങ്ങളിലും വെച്ച് അതിതീർത്ഥമായ ആ ജലത്തെ അവർ ശിരസിൽ ധരിച്ചു. ശ്ലോകം 10. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസദോനുതദിദം ദിദിചോപി ലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥാഹ. ഒരിക്കൽ കൂടി. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസദോനുതദിദം ദിദിചോപി ലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥാക. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പ്രഹ്ലാദ വംശജതയാ പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിക്ക മൂലമോ ക്രതുഭിർ യാഗങ്ങൾ ചെയ്യുക മൂലമോ ദ്വിജേഷു വിശ്വാസതോനു ബ്രാഹ്മണരിൽ വിശ്വാസം അല്ലെങ്കിൽ ബഹുമാനം ഉണ്ടായിരുന്നതിനാലാണോ തദിദം ഇത് ഇങ്ങനെ ദിദിജ അഭിലേഭേ ദൈത്യനാണെങ്കിലും ഭവിച്ചു ലഭ്യമായി യത്തേ ഏതൊന്ന് അങ്ങയുടെ പാദാംബു പാദതീർത്ഥം ഗിരിശസ്യ ശിവന്റെ ശിരോ അഭിലാള്യം ശിരസുകൊണ്ട് ലാളിക്കാൻ സത്വം അങ്ങനെയുള്ള ഭഗവാനെ വാമനമൂർത്തയെ വിഭോ ഹേ വിഭുവായിരിക്കുന്നവനെ ഗുരുപുരാലയ ഗുരുവായൂരപ്പ പാലയേത എന്നെ പാലിക്കണമേ. ശ്ലോകാർത്ഥം ഭക്തോക്തമനായ പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ചതിനാലാണോ യാഗങ്ങൾ ചെയ്ത് പുണ്യം ആർജിച്ചതിനാലാണോ അതോ ബ്രാഹ്മണരിലുള്ള ബഹുമാന വിശ്വാസം കൊണ്ടോ ദൈത്യനാണെങ്കിലും ശ്രീ പരമേശ്വരന്റെ ശിരസ്സുകൊണ്ട് ലാളിക്കപ്പെടുവാൻ യോഗ്യമായ ഭഗവത് പാദതീർത്ഥം മഹാബലിക്ക് ലഭിച്ചു. വിഭുവായ ഹേ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ എന്നെ പരിപാലിക്കണമേ. ശ്രീ വാമനമൂർത്തയേ നമഃ.